ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ചെറിയ ചുവന്നുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, അത് 2-3 അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഉണക്കമുളക്, ഒരു ഉണക്കമുളകുണ്ട്, കുറച്ച് കറിവേപ്പിലയുണ്ട്. ഇത് നമ്മൾ ഓംലെറ്റിന് മുട്ട എടുക്കുന്ന എല്ലാ സാധനവും, അതായത് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഒക്കെ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് ദോശമാവാണ്, ഉപ്പിട്ട ദോശമാവാണ്, റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിനി അടുത്ത കാര്യത്തിലോട്ട് പോകാം. ഫ്ലെയിം ഓണാക്കി വെച്ചിരിക്കുകയാണ്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അല്പം വെളിച്ചെണ്ണ മതി. നമുക്ക് താളിക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ, നമ്മൾ താളിക്കും സാധാരണ, അതിനാണ്. അപ്പം ഞാനിപ്പോൾ കടുക് താളിക്കാൻ പോവുകയാണ്. അല്പം കടുക് പൊട്ടിച്ചു. നമുക്കിതിലേക്ക് ഫ്ലെയിം ഞാൻ വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. കറിവേപ്പില, എടുത്തിട്ട് മുളക്, നമ്മൾ സാധാരണ താളിക്കണ പോലെ തന്നെയാണ്. താളിച്ചത് ഈ മാവിലോട്ട് ഒഴിക്കുകയാണ്. ദോശമാവിലോട്ട് ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യാം. ദോശക്കല്ല് അടപ്പത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണ പുരട്ടി കൊടുത്തു. നമുക്ക് ദോശ ചൂടാം. ഉപ്പും എല്ലാം ഇട്ട് വെച്ചിട്ടുള്ള മാവാണ്. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ സിലോണിനെ കുറിച്ച് ആലോചിച്ചു, അതുകൊണ്ടായിരിക്കാം സിലോണിലുള്ള ഷേപ്പ് വന്നത്. ഇനി നമുക്കിതിൽ ഒന്ന് പകുതി വെന്ത് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള മുട്ട, അതിലോട്ട് ഒഴിച്ചെടുക്കാം. ഏകദേശം വെന്ത് തുടങ്ങി. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കൂടെ നമ്മളിവിടെ എടുത്ത് വെച്ച് ഓംലെറ്റിന് അടിച്ച് വെച്ചിരിക്കണില്ലേ, അത് ഇതിലോട്ടിട്ട് കൊടുക്കാം. മുകളിൽ കൂടെ കുറച്ച് എണ്ണയൊന്ന് തൂക്കി കൊടുക്കാം. എണ്ണയോ, ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് തൂക്കി കൊടുത്ത. ബട്ടർ നിർബന്ധമില്ല, എണ്ണ എന്തെണ്ണെങ്കിലും നമ്മളിതില്ല. ഇത് പതുക്കെ ഒന്ന് മറിച്ചിടാം. മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇത് പകുതി വെന്തിരിക്കുന്നതുകൊണ്ട്. ദോശ വെന്തെങ്കിലും മുട്ട ഇപ്പോൾ മറിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇതൊന്ന് വേവട്ടെ. നമുക്കിത് എടുത്ത് നോക്കാം. ഇതായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ മുട്ട എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 2 ദോശയ്ക്ക് തികയുള്ളൂ. 2-3 ദോശയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു മുട്ടയുടെ എടുത്തോട്ടുള്ളൂ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ട എടുക്കുക. ആവശ്യത്തിനനുസരിച്ച് താളിക്കാനുള്ള സാധനത്തിൻ്റെ അളവ് കൂട്ടുക. ഇതും അതുപോലെ പകുതി വേഗമാകുമ്പോൾ നമുക്ക് മുട്ട ഒഴിച്ചെടുക്കാം. നമ്മുടെ താളിച്ച മുട്ട ദോശ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ചട്നി കഴിക്കാം, ചമ്മന്തി എടുത്ത് കഴിക്കാം, നമുക്കിഷ്ടമുള്ള എന്തും ഇതിനൂടെ കഴിക്കാൻ പറ്റും. ഞാനിത് കാണിച്ചു തരാം. ഞാനിത് കുറച്ച് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ആഹാ, മുട്ടയുടെ ഉളുമ്പ് നാറ്റൊന്നും വരില്ല. മുട്ടയ്ക്ക് സ്ഥലം ഒരു ഉളുമ്പ് മണം വരില്ല. അതൊന്നും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉളുമ്പ് മണമൊന്നുമില്ല. പക്ഷേ ഇത് നല്ല ഒരുവിധം ചൂടോടെ, നല്ല ചൂടോടെ അല്ല, നന്നായിട്ട് തണുക്കരുത്. തണുക്കണതിന് മുമ്പ് കഴിക്കുകയാണ് നല്ലത്. ചട്നി ഉണ്ട് ഇവിടെ. എല്ലാവർക്കും
ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.